ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ അതേ ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അത് ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ അല്ലേ? കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷവും തരുന്ന ഒരു സാധനമാണ്. നിങ്ങളിൽ എത്ര പേർക്കത് കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷവും തരുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കിത് കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കുപ്പിവളകളുടെ കിലുക്കമൊക്കെ കാണുമ്പം ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ കുപ്പിവളകളൊക്കെ ഇങ്ങനെ ഇടുമായിരുന്നു കേട്ടോ. ഇപ്പോഴും അതുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുപ്പിവളകൾ. അപ്പോൾ അതേ നമ്മുടെ ഒരു പാട്ടില്ലേ, നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമയിലെ പാട്ട്, കുപ്പിവള കിലുങ്ങണല്ലോ എന്നും പറഞ്ഞുള്ളൊരു പാട്ടില്ലേ, ആ പാട്ട്. എനിക്ക് പാട്ടൊന്നും പാടാൻ അറിയത്തില്ല കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ കുപ്പിവളകളുടെ ശേഖരം. ഉണ്ട്, പലതരത്തിലുള്ള കുപ്പിവളകളുണ്ട്. അതിൽ ഈ കുപ്പിവളയില്ലേ, ഇതൊരു പ്രത്യേക തരത്തിലുള്ള കുപ്പിവളയാണ്. ഇതങ്ങ് അധികം കണ്ടിട്ടില്ലാത്ത കുപ്പിവളയാണ്. ഇത് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് മേടിച്ചതാണ്. അതിനുശേഷം പിന്നെ ഇവിടെ ആലുവ അവിടുത്തെ പലയിടത്ത് ഞാൻ അന്വേഷിച്ചെങ്കിലും നമുക്ക് കിട്ടിയിട്ടില്ല ഇത്. അപ്പോൾ അവിടുത്തെ ഇങ്ങനെ കടകളിലെ ആൾക്കാരും ചോദിച്ചത് എവിടെ നിന്നാണ് ഇങ്ങനെ ഈ കുപ്പിവള കിട്ടിയത്. ഇതൊരു എന്താ പറയണേ, ഗോൾഡൻ, യെല്ലോ, റെഡ്, ബ്ലാക്ക് എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ഉള്ളത്. ഇത് പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ എല്ലാവരും തന്നെ ഇടുന്നതാണ്, ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ. ഗ്രീൻ, ബ്ലാക്ക്, പിന്നെ ഇതെന്താ, പിങ്ക്, റാണി പിങ്ക് കളറ്, ബ്ലൂ, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. ഇത് കുപ്പിവളയല്ല കേട്ടോ. ഇത് നമ്മൾ ഡൽഹിയിൽ നിന്ന് പോയി മേടിച്ചതാണ്. പിന്നെ ഇതും കുപ്പിവളയാണ്. ഇത് രാജസ്ഥാനി കുപ്പിവളയാണ്. എനിക്ക് എൻ്റെ നാത്തൂൻ തന്നതാണ് ഈ കുപ്പിവള. ഇതും കുപ്പിവളയല്ല. പിന്നെ അത് നമുക്ക് കാണാം, കുപ്പിവളകൾ മാത്രമല്ല കേട്ടോ, അല്ലാത്ത വളകളും ഉണ്ട്. ഒറ്റ വളകളായിട്ടതുണ്ട്. പിന്നെ മഴത്തുള്ളി കിളുക്കം, റെയിൻബോ വളകൾ. ഇതിൻ്റെ താഴെയുള്ളത് ഇതാണ് റെയിൻബോ, അതായത് പല കളറിൽ. ഓക്കെ, ഇത് ശരിക്കും എനിക്ക് റെയിൻബോ വളകൾ എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഈ കളറല്ലായിരുന്നു, വേറെ ഇങ്ങനെ ഇതിനോട് സാമ്യമുള്ള വളകൾ. പക്ഷേ ഉണ്ടല്ലോ അത് പൊട്ടിപ്പോയി. ഞാൻ ഡൽഹിക്ക് പോയപ്പം അത് പൊട്ടിപ്പോയി. എന്നിട്ട് എനിക്ക് പിന്നെ ഞാൻ കുറേ അന്വേഷിച്ചു, അത് കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ പല കളറിലുള്ള ഇങ്ങനെ വാങ്ങിച്ചെടുത്തു. പിന്നെ വേറെ വേറെ വളകൾ, ഇങ്ങനെ വളകളുടെ ഒരു കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ. നല്ല രസമല്ലേ വളകളൊക്കെ കാണാൻ. ഇതൊക്കെ ഇട്ട് കിളുക്കി നടക്കണം. നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ. നിങ്ങൾക്കും കുറേ പേർക്കൊക്കെ നമ്മൾ ഈ സെറ്റ് സാരിയൊക്കെ ഉടുക്കുമ്പം ഇത് നല്ല രസമാണ്. ഞാൻ അങ്ങനെ ഉടുക്കാറില്ല അധികം. നാട്ടിൽ ചെന്ന് കഴിയുമ്പം നാത്തൂൻ ഇങ്ങനെ ഉടുപ്പിക്കുമ്പം, ഇളയ നാത്തൂൻ ഇങ്ങനെ ഉടുപ്പിക്കുമ്പം മാത്രമാണ് ഇങ്ങനെ ഉടുക്കാറുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഉടുക്കാറില്ല കേട്ടോ. എനിക്ക് സാരി ഉടുക്കാൻ അറിയാൻ പാടില്ല. അപ്പം അവർ എന്നെ ഉടുപ്പിക്കും. അപ്പം ഞാൻ അങ്ങനെ ഉടുക്കും, അത്രയേ ഉള്ളൂ. പിന്നെന്താ, പിന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വേറൊരു കളക്ഷൻസും കാണിച്ചു തരാം. അത് എന്താണെന്നല്ലേ, അതെനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. ഞാൻ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനം അതാണ് ഈ കിടക്കുന്ന നമ്മുടെ സാധനങ്ങൾ. കണ്ടില്ലേ എത്ര കളറിലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ എൻ്റെ. എവിടെ പോയാലും ഞാനിത് ഇങ്ങനെ നോക്കും, എന്തെങ്കിലും പറ്റിയതുണ്ടോ വാങ്ങാൻ എന്നൊക്കെ. ഓരോ പ്രാവശ്യം ഇങ്ങനെ വേറെ വേറെ കളറാന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വാങ്ങിക്കും. പക്ഷേ ഏകദേശം എല്ലാം സെയിം കളറായിരിക്കും കേട്ടോ. ലിപ്സ്റ്റിക് നല്ല രസമില്ലേ കാണാൻ. ഇതുണ്ടല്ലേ വളകൾ കാണാൻ നല്ല രസമില്ലേ. അപ്പം ഇതാണ് എൻ്റെ കുപ്പിവളകളുടെ ശേഖരം. ഇതിപ്പം ഞാനിപ്പോൾ ഇതെടുത്തിട്ടേ ഉള്ളേ. വെള്ളമൊക്കെ നനഞ്ഞ കാരണം എനിക്ക് തോന്നുന്നു ഇത് അതിന് കിലുങ്ങണില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നല്ല രസമായിരുന്നു, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഞാൻ ശരിക്കും പറഞ്ഞാൽ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നുമേ എനിക്കറിയില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇനി എൻ്റെ വേറെ കളക്ഷൻസുമായിട്ട് ഇനി വേറൊരു ദിവസം വരാം കേട്ടോ.